ഹലോ, അപ്പൊ കുഞ്ഞൂസിന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, 4ാമത്തെ ബർത്ത്ഡേ. ഔട്ട്. അപ്പൊ പപ്പിയും മോനും കൂടി കുഞ്ഞൂസിന്റെ 4ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞൂസേ വേണ്ടിട്ട്. അപ്പൊ ഒരുപാട് ആൾക്കാര് ഫേസ്ബുക്കിലല്ല യൂട്യൂബിലും എല്ലാത്തിലും ഇട്ടിട്ടുണ്ടായിരുന്നു, 4 ചാനലിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കുഞ്ഞൂസിന് ഒരുപാട് വിഷസ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും പേഴ്സണലായിട്ട് നമ്മൾ സിംഗിൾ ആയിട്ട് റിപ്ലൈ തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ഏട്ടാ എങ്ങനെയായിരുന്നു? വേഗം അപ്പൊ കുഞ്ഞൂസിന്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മള് സച്ചു എപ്പോഴും പറയാറുണ്ട് വലിയ രീതിയിൽ എപ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ കേക്കേ മുറിച്ചിട്ടില്ല. അതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത സമയമായിരുന്നു അല്ലേ. എന്റെ ജീവിതത്തിൽ ഞാൻ കേക്ക് മുറിച്ചില്ല സച്ചു. എന്റെ ആദ്യത്തെ കേക്ക് മുറിച്ചത് സച്ചു ആണ്. നീ അന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ കേക്ക് മുറിച്ച നമ്മളന്ന് പണ്ടത്തെ അന്നേ കേക്ക് എന്റെ ജീവിതത്തിൽ ആദ്യം മുറിച്ച സച്ചു ആണ്. സർപ്രൈസ് ആയിട്ട് എനിക്ക് കേക്ക് കൊണ്ടുവന്നത് അന്നേ മുറിച്ചത്. അതിനുശേഷം മുറിച്ചിട്ടില്ലല്ലോ. ഇല്ല, അതിനുശേഷം എനിക്ക് ഇഷ്ടമല്ല. സച്ചുവിനൊക്കെ ഭയങ്കര ഗ്രാൻഡ് നടത്തുന്നതാണല്ലേ. പക്ഷെ സച്ചു പറഞ്ഞ ഒരുപാട് ആൾക്കാരെ വിളിച്ച് ബിരിയാണി കൊടുത്ത് എപ്പോഴും എല്ലാവരും ബർത്ത്ഡേ അങ്ങനെയാണ്. എന്റെ വീട്ടിലൊക്കെ കുറെ ആൾക്കാർ വന്ന് ബിരിയാണി കൊടുത്ത് എന്തിനാ ഞാൻ എപ്പോഴും ഞാൻ അവർക്ക് എന്തായാലും വിളിച്ച ഒരു ഡ്രസ്സ് എടുത്ത് വരണ്ടേ അവർക്ക്. എല്ലാരും വരില്ലല്ലോ. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. വന്നിട്ട് അവർക്ക് ബിരിയാണി കിട്ടാത്തൊന്നും അല്ലല്ലോ. അതെനിക്ക് തീരെ പറ്റില്ല. ഞാനിപ്പോ എന്താ ചെയ്യുക, എപ്പോഴും ഒരു ഓർഫനേജിൽ കിട്ടാത്ത ഒരുപാട് ആൾക്കാരില്ലേ, അവർക്ക് എപ്പോഴും കൊടുക്കില്ല. അപ്പൊ നമ്മളിപ്പോഴും എപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തായാലും എല്ലാ വർഷവും അല്ല, എല്ലാ മാസം നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ബർത്ത്ഡേ ആയിട്ട് ഒന്നുകൂടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെറുതായിട്ട് ഒരു ചെറിയ കേക്ക് മേടിച്ചു. ഇവന് സന്തോഷം വേണം പറഞ്ഞപ്പോ ഒരു ചെറിയ ഗിഫ്റ്റും ഒരു ഗിഫ്റ്റ് കാറ് ഞാൻ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കലണ്ടറിലൊക്കെ എണ്ണി നിൽക്കും. അതുകൊണ്ട് അത്ര ചെറുതായിട്ട് റിപ്പബ്ലിക് ഡേക്കാണ് കൊല്ലമോന്റെ ബർത്ത്ഡേ. റിപ്പബ്ലിക് ഡേ ആണ്. ആരാണിത്? 2:38 കേട്ടോ ജനിച്ചത് അല്ലേ മോനെ? കളിക്കില്ലേ പാലക്കാട്. ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് അല്ലേ. എന്റെ അതാണ് ഞാൻ ക്രിക്കറ്റ് പറഞ്ഞാൽ അത്ര എനിക്ക് ഇഷ്ടമാണ്. അതേപോലത്തെ ഒരു സാധനമാണ്. അതെ, നമുക്ക് സ്കൂളൊന്നും പോണ്ടല്ലേ. സോലിഹ നമ്മുടെ ക്യാരക്ടറാണ്. സോലിഹ നാണം. ഇപ്പൊ 4 വയസ്സായപ്പോ കുറച്ച് നാണം വന്നിട്ട് നോക്കിയോ ഫേസിൽ നോക്കിക്കോ. അപ്പൊ എല്ലാവരും കുഞ്ഞൂസിന്റെ ബർത്ത്ഡേക്ക് ഒന്ന് വിഷ് ചെയ്യണം, അനുഗ്രഹിക്കണം അല്ലേ. എല്ലാവരും ബ്ലസ് ചെയ്യണം പറ. എല്ലാരും വിഷ് ചെയ്യണം, ബ്ലസ് ചെയ്യണം പറ. അനുഗ്രഹിക്കണേ പറ. അനുഗ്രഹിക്കണേ. സ്കൂളൊന്നും പോണ്ട പോനാ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഏറ്റവും വലിയ ആഗ്രഹം ക്രിക്കറ്റ് കളിക്കണം. ലാലേട്ടന്റെ നല്ല അഭിനയം. നമ്മളെ കാലം നന്നായിട്ട് അഭിനയിക്കണം. അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ചെറിയൊരു ബർത്ത്ഡേ ആയിരുന്നു, വലിയ ആഘോഷത്തിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും വേറൊരു കാര്യം, നമ്മുടെ ഫെബ്രുവരി 8-ാം തീയതി നമ്മുടെ വാർഷികം വരുന്നുണ്ട്. അപ്പൊ അതും ഇതും കൂടി ഒരുമിച്ചിട്ടായിരിക്കും ആഘോഷമൊന്നുമില്ല. അത് ഞാൻ ഇതുപോലെ തന്നെ വേറെ ഓർഫനേജിൽ പോയിട്ട് നമുക്ക് അത് അടിച്ചു പൊളിക്കാം. പാലക്കാട് അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ അവരും കൂടെ അടിച്ചു പൊളിക്കാം. വാർഷികത്തിന് മുമ്പ് ഉണ്ടായ സർപ്രൈസ് ആണ്. ഓക്കെ ഞങ്ങൾ കളിക്കണം. ബൈ. അപ്പൊ അടുത്ത വീട്ടിൽ കാണാം. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ശരി.